അപ്പൊ പ്രിയപ്പെട്ടവര്, വലിയ കച്ചവടക്കാരൻ കുടുംബസമേതം ഹജ്ജിന് പോകാൻ തീരുമാനിക്കുക. പക്ഷേ അദ്ദേഹത്തിന്റെ ആ വീട് സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണെങ്കിലോ കള്ളന്മാരുടെ, തസ്കരന്മാരുടെ വലിയ ശല്യം അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ കച്ചവടക്കാരൻ ഹജ്ജിന് പോവുകയാണ്. വീട്ടിന് കാവൽ നിൽക്കാൻ വേണ്ടി കാവൽക്കാരെ, അല്ലെ പട്ടാളക്കാരെയോ പോലീസുകാരെയോ ആരെയും ഏൽപ്പിക്കാതെ അദ്ദേഹം കച്ചവടത്തിന് പോവുകയാണ്. മൗലിദ് കിതാബിൽ നമ്മളൊക്കെ പഠിച്ചു, ഇവര് ഹജ്ജിന് പോയ വിവരം പറഞ്ഞപ്പോൾ കള്ളന്മാർക്ക് കൂടുതൽ സൗകര്യമായി. കള്ളന്മാര് രാത്രി വന്നു. അവര് വീട് കവർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോഴാണ് സമീഉ ഹദീസൻ ആ അൽഫാദുകൾ തന്നെ മുതഅല്ലിമീങ്ങൾക്കൊക്കെ കാണാപാടാണ്. ആ വീടിന്റെ അകത്ത് വെച്ച് ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്നതും അതുപോലെ തന്നെ ആയുധങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന അല്ലെങ്കിൽ ഉരസുന്ന ശബ്ദവും കേൾക്കുകയാണ്. വിജനമായ വീടാണെന്ന് മനസ്സിലാക്കി രാത്രി വന്ന കള്ളന്മാര് അവിടെ വരുമ്പോ ഉള്ളില് ആൾക്കാരെ സംസാരം കേൾക്കുന്നു, ആയുധങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദം കേൾക്കുന്നു. ഈ വീട് ഒരു പട്ടാള ബാരക്ക് അല്ലെങ്കിൽ ഒരു മിലിറ്ററി ബാരക്കായി കള്ളന്മാർക്ക് അനുഭവപ്പെട്ടു. അവര് തിരിച്ചുപോയി. നമ്മൾ പഠിച്ചല്ലോ. രണ്ടാം ദിവസം വന്നു, അന്നും അതുപോലെ തന്നെ. മൂന്നാം ദിവസം വന്നു, അന്നും അതുപോലെ തന്നെ. അങ്ങനെ ഈ വീട് കവർച്ച ചെയ്യാനുള്ള ആ ഉദ്ദേശം വേണ്ടെന്ന് വെച്ചുകൊണ്ട് കള്ളന്മാർ ഒഴിഞ്ഞുപോയി എന്നാണ്. മാസങ്ങൾക്ക് ശേഷം ഹജ്ജ് കഴിഞ്ഞ് വീട്ടുകാരൻ തിരിച്ചെത്തിയപ്പോ ഈ കൊള്ളസംഘത്തിന്റെ നേതാവ് തന്നെ വീട്ടുകാരന്റെ അടുത്ത് വന്നുകൊണ്ട് ചോദിക്കുകയുണ്ടായി, അല്ല, നിങ്ങൾ ഹജ്ജിന് പോയപ്പോ ഈ വീടിന്റെ സെക്യൂരിറ്റി ഉത്തരവാദിത്തം ആരെ ഏൽപ്പിച്ചാ പോയത്? ഇവിടെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു വെച്ചു പോയത്? ആ കച്ചവടക്കാരൻ അവരോട് പറഞ്ഞത് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്, ഞാനും മറ്റൊന്നും ചെയ്തിട്ടില്ല. ഇല്ല അന്നീ കതബ്തു അസ്മാ ബദരിൻ ഫീ ഖിർതാസ്, ഞാനൊരു കടലാസിൽ ബദരീങ്ങളുടെ പേരെഴുതി, എന്നിട്ട് അത് ഞാൻ ഉസ്കുഫത്തുൽ ബാബിൽ അഥവാ വാതിലിന്റെ മേപ്പടിയിൽ അവിടെ ഒട്ടിച്ചു വെച്ചു. ആ ബദരീങ്ങളെ കൊണ്ട് അല്ലാഹു തആല എനിക്ക് വലിയ സഹായം ചെയ്തതാണ്.